മാപ്പ് നൽകുന്ന 10 ദിനങ്ങൾ. അല്ലാഹു തആല പറയുന്നു, പറയുക, സ്വന്തത്തോട് അതിക്രമം ചെയ്ത എൻ്റെ ദാസരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ടേ നിങ്ങൾ നിരാശരാവരുത്. നിശ്ചയം സകല പാപങ്ങളും അള്ളാഹു പൊറുക്കും. നിശ്ചയം അവൻ തന്നെയാണ് ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനും. പിശാചിൻ്റെ പ്രലോഭനങ്ങളിലകപ്പെട്ട് വഴിമാറി സഞ്ചരിക്കുന്ന തൻ്റെ അടിമകളെ അള്ളാഹു തിരിച്ചു വിളിക്കുകയാണ് സ്നേഹപൂർവം. പാപിയെന്ന് മുദ്രകുത്തി മാറ്റി നിർത്താതെ സജ്ജനങ്ങളുടെ പൊതുധാരയിൽ ഇഴകിച്ചേർന്നു നിൽക്കാൻ വീണ്ടും അവസരം നൽകുന്നു. മനസ്സിൽ ധാർഷ്ട്യത്തിൻ്റെ ദുർമേധസ്സില്ലാത്തവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകാൻ അവനേറെ ഇഷ്ടമത്രേ. പാപം ചെയ്താൽ പിടികൂടുന്ന, അതോടൊപ്പം മാനസാന്തരപ്പെട്ടാൽ മാപ്പാക്കുന്നൊരു നാഥൻ തനിക്കുണ്ടെന്ന ബോധമാണല്ലോ മാപ്പപേക്ഷിക്കുന്നതിൻ്റെ പിന്നിലെ പ്രേരകം. സർവ്വലോക പരിപാലകനായ നാഥ, എൻ്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണമേ എന്ന പ്രാർത്ഥനയാണ് ഈ രാവുകളിൽ പ്രത്യേകമായി നാം ഉള്ളൊരുകി ചൊല്ലേണ്ടത്. റമളാൻ എന്ന പദം തന്നെ സൂചിപ്പിക്കുന്ന പോലെ ഉള്ളൊരുകേണ്ട സമയമാണിത്. ഉള്ളൊരുക്കമാണ് ദോഷിക്ക് മുന്നിലുള്ള ഏകമാർഗം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദമിൻ്റെ മക്കളെല്ലാം ഏറെ തെറ്റ് ചെയ്യുന്നവരാണ്, എന്നാൽ പശ്ചാത്തപിക്കുന്നവരാണ് അവരിൽ നല്ലവർ. ചെയ്തുപോയ ദോഷങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കാനുള്ള സുവർണാവസരം. എല്ലാവരും നിദ്രയിൽ ലയിക്കുന്ന പാതിരയാണ് അത്യുത്തമം. ഭക്തജനങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, രാത്രിയിൽ അവർ അല്പമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഈ അവസരം മുതലെടുക്കാനാവട്ടെ നമ്മുടെ യജ്ഞങ്ങളെല്ലാം. ഒരു റമളാൻ കൂടി വീണിക്കിട്ടിയിട്ടും പാപമുക്തി ലഭിക്കാത്തവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അത്യന്തം അകലെയാണെന്നതിൽ സംശയിക്കേണ്ടതില്ല. കാരണം അങ്ങനെ പ്രാർത്ഥിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമും ആമീൻ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് നന്നാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.